ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻ രാഗത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ CS-നോട് അതേപോലെ തന്നെ രൂപയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റെഫിയെയും അതേപോലെ തന്നെ സ്റ്റെഫിയുടെ കൂട്ടാളികളെയും എങ്ങനെ കൊന്നെന്നുള്ള രീതിയാണ് അവിടെ കിരൺ പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രൂപയ്ക്ക് കുറച്ചിങ്ങനെ പേടിയൊക്കെ തോന്നുന്നുണ്ട്. മോനെ, ഇനി പോലീസുകാർ നിൻ്റെ പിന്നാലെ ഇറങ്ങുമെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഇല്ലെന്നേ, പോലീസുകാർ നിൻ്റെ പിന്നാലെ ഇറങ്ങാനായിട്ട് പോകുന്നില്ല. CA ആണെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിച്ച മട്ടിലാണ്. പിന്നെ സ്റ്റെഫിയെ കാണാതില്ല, സ്റ്റെഫിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആരും പരാതിയൊന്നും കൊടുക്കാനായിട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ കാട്ടിൽ പോയിട്ട് അവരെ മൃഗങ്ങളെല്ലാം കടിച്ചു കൊന്നു, അത് സ്വാഭാവികം. ടൂറിസ്റ്റുകാരൊക്കെ എത്രയോ മൃഗങ്ങളെല്ലാം കടിച്ചു കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേ ഇതും മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും CS പറയണം, മോനെ നീ എന്തായാലും ചെയ്തത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്താനായിരുന്നു. അപ്പോഴേക്കും കിരണാണെങ്കിൽ ആ ഒരു സംഭവം എൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല അച്ഛാ. കാരണം ഞാനവിടെ ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആ കാർത്തികയുടെ പള്ളയ്ക്ക് അവൾ കത്തി കയറ്റിയാനായിരുന്നു. ആ ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ടിട്ടാണ് കത്തിയെ എനിക്ക് തട്ടി തെറിപ്പിക്കാനായിട്ട് പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഭയങ്കര ആകാംക്ഷയോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രൂപയ്ക്കും ഒക്കെ പേടി തോന്നുകയാണ്. അങ്ങനെ കിരണോട് സംസാരിക്കുകയാണ്. അതെ ഷാരി ആൻറ്റി, അതെ എന്താ ഈ വാ പോയ കോടാലി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം വായ തോന്നിയത് മുഴുവനും വിളിച്ചു പറയും, ലാസ്റ്റ് അത് പോലീസുകാർ കേൾക്കും. പോലീസുകാരുടെ ചെവിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ സംഭവങ്ങളെല്ലാം. അവർ വീണ്ടും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ എനിക്ക് കൂടുതൽ ജയിലിലേക്ക് പോകേണ്ടി വരും. പിന്നെ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട, പ്രത്യേകിച്ച് ആൻറ്റിയുടെ മുന്നിൽ. പിന്നെ സരൈവിനെ കുറിച്ച് വിശ്വസിക്കാനൊക്കെ പറ്റുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അവളെ വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഷാരി ആൻറ്റിയെ പേടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ നമ്മുടെ കിരണാണെങ്കിൽ ശരിയെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഇനിയിപ്പോൾ കല്യാണിയെയും സൂക്ഷിക്കണം. കാരണം ഇനി വിക്രം പുറത്തിറങ്ങാനുണ്ടല്ലോ, അവനിനി എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം. പക്ഷേ അവനൊന്നും എൻ്റെ മുന്നിൽ വലിയതൊന്നുമല്ല, വെറും പൂച്ചയാണ് അവനൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കിരൺ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ രൂപയും അതേപോലെ തന്നെ CS-ഉം കൂടി നേരെ ഷാരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഷാരി അടുത്ത് ചെന്നപ്പോഴേക്കും ഷാരി ചോദിക്കുകയാണ്, എന്താണ് അവൻ പറഞ്ഞത്, നിങ്ങളെന്താ അവിടെ പോയി സംസാരിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും അതേ വലിയൊരു ബിസിനസ്സുകാരിയാണ് സംസാരിച്ചത്, വലിയൊരു കോടികൾ കിട്ടുന്ന ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അതൊന്നും അങ്ങനെ പുറത്ത് പറയാനായിട്ട് പറ്റില്ല ഷാരി എന്നൊക്കെ പറയാണ്. എന്താ, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്കെന്ത് സംശയം രൂപേ, എനിക്കൊരു സംശയമില്ല. അല്ല, നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണേ. പിന്നെ നിന്റെ മകള് സരയു, അവളുടെ സ്വഭാവം മാറിയെന്നാണ് തോന്നുന്നത്. എന്നാലും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. നിന്റെ മകളെ വിശ്വസിക്കാവോ? അയ്യോ എൻ്റെ രൂപേ, അവളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അവൾ ശരിക്കും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ ഒരു അലക്കുലത്തിനും പോകാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ആയാൽ നിന്റെ മോൾക്ക് കൊള്ളാം. പക്ഷേ പണ്ടത്തെ സ്വഭാവം എടുത്തുകൊണ്ട് നിന്റെ മോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും തനി സ്വഭാവം തിരിച്ചറിയും പൊന്നു മോളെന്ന് ചാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇവിടെ പറയാണ്. CS-ന് ഇതെല്ലാം കേട്ടിട്ട് ചിരി സഹിക്കാനും പറ്റുന്നില്ല. കാരണം ഇവളുടെ മുന്നിലൊരു കാര്യവും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളോന്ന് ശരിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു കടയിൽ നിന്ന് സാധനമൊക്കെ മേടിക്കുകയായിരുന്നു. അപ്പോഴാണ് കിരൺ സരയുവിനെ കാണുന്നത്. അപ്പോൾ സരയെന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയു ഭയങ്കര ആകാംക്ഷയോട് കൂടി തന്നെ കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ നീ എന്തിരിക്കുകയായിരുന്നു, ഇന്ന് ഓഫീസിൽ പോയില്ലേ, കടയിൽ നിൽക്കുവാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഓഫീസിൽ പോയായിരുന്നു. പിന്നെ മോൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം ഫ്രൂട്ട്സുകളെല്ലാം മേടിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാനിവിടം വരെ വന്നതെന്ന് പറയണേ. എന്താ കിരണേ? അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അതായത് ആ സ്റ്റെഫിയും കൂട്ടാളിയും ഇല്ലേ, അവർ മരിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സരയു ആകെ ഞെട്ടിപ്പോയി. എന്താ, വിശ്വസിക്കാനായിട്ട് പറ്റില്ലേ? നിന്റെ അച്ഛൻ എന്താണോ സംഭവിച്ചത് ആ വിധി തന്നെയാണ് സ്റ്റെഫിക്കും കൂട്ടാളികൾക്കും സംഭവിച്ചത്. ആ കാട്ടിൽ മൃഗങ്ങളെല്ലാം കടിച്ചു കീറി കൊന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തെളിവുകൾ ആർക്കും എടുക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. ഞാനിതെല്ലാം അറിഞ്ഞതാണ്. ഈ സ്റ്റെഫിയും കൂട്ടാളികളാ മരിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അതെനിക്കറിയാം. നിന്നെ എനിക്ക് വിശ്വസിക്കാം. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് സരയു. നീ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് സത്യങ്ങൾ മുഴുവനും ഞാൻ നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് സരയു പറയാണ്, കിരണേ എനിക്ക് നിന്നെ വഞ്ചിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. എനിക്ക് നിന്നെയും വിശ്വാസമാണ് കിരണേ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല കിരണേ എന്ന് സരയു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ സരയു, ഞാൻ അവരെ കണ്ടായിരുന്നു.
കണ്ടു കഴിഞ്ഞ് അവരെ ഞാൻ ശരിക്കും നന്നായിട്ട് പെരുമാറി. നേരെ ആദ്യം ഈ സ്റ്റെഫിയാണ് കാട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം കൂട്ടാളികളെയും കൂടി എത്തിച്ചു. അവിടെ വെച്ച് എല്ലാവരെയും ഞാൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. അതിനുശേഷം മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത് എന്നിങ്ങനെ പറയാണ്. നീ എങ്ങനെയാ ചെയ്തത്, എന്തിനു വേണ്ടി ചെയ്തത്, അല്ല ഏത് കാട്ടിലാണ് ഇട്ടത്, ഏത് സമയത്താന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും അവരുടെ അവസാനമായല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ചിന്തിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും നന്നായി കിരണേ, അവരെയും കൂടി തീർത്തല്ലോ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി പേടിക്കണ്ട. പക്ഷേ ഒരുത്തനും കൂടി ഉണ്ടല്ലോ, വിക്രം. അവനിനി പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അവ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. പക്ഷേ അവൻ എന്ത് കാണിച്ചു കൂട്ടിയാലും എന്നെ അത് ബാധിക്കാനേ പോകുന്നില്ല. അവൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയല്ലേ. ഏറ്റവും ക്രിമിനലായ ഗംഗാപ്രസാദ് തീർന്നു, പിന്നെയാണ് ഇവൻ എന്നൊക്കെ ഇങ്ങനെ സരയുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരയു ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇവൻ കാണുന്നവരെയൊക്കെ കൊല്ലുകയാണല്ലോ എൻ്റെ ദൈവമേ എന്ന് ചിന്തിച്ചാണ് സര ഇങ്ങനെ തല പുകഞ്ഞ് നിൽക്കുന്നത്. കല്യാണിക്ക് വേണ്ടി ഇവൻ എന്തും ചെയ്യാൻ മുൻകൈ എടുത്ത് ഇറങ്ങുകയാണല്ലോ എൻ്റെ ദൈവം എന്നൊക്കെ ചിന്തിക്കണം. സരയു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്റെ പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ സത്യങ്ങൾ മുഴുവനും ഞാൻ നിന്നോട് പറഞ്ഞത്. ഇനി ഇതൊന്നും നിന്റെ വായിൽ നിന്ന് ഒരിക്കലും പോകില്ല. അങ്ങനെയൊന്നുമില്ല കിരണേ. ഞാൻ ആരോട് പറയാനായിട്ട്, എനിക്ക് നീയാ വലുത്. അതുകൊണ്ട് നിനക്ക് ഒരാപത്ത് വരുന്ന ഒരു കാര്യവും ഞാൻ ആരോടും തുറന്നു പറയാനായിട്ട് പോകുന്നില്ല. എങ്കിൽ ചെല്ല് സരയു എന്ന് പറഞ്ഞുകൊണ്ട് സരയുവിനെ പറഞ്ഞു വിടുകയാണ്. കിരണാണെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് നോക്കിക്കൊണ്ടിങ്ങ് നിൽക്കാം. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. അപ്പോൾ ജയിലിൽ പതിവ് പോലെ തന്നെ അവരെല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിരിക്കുക. അപ്പോൾ മനോഹറിൻ്റെ അടുത്തേക്ക് ഈ നമ്മുടെ വിക്രം വരികയാണ്. വിക്രം വന്നിട്ട് പറയണ, എടാ നീ അറിഞ്ഞോ, ഞാനേ പരോളിന് ഇറങ്ങാൻ പോവാ, ഇന്ന് ഇറങ്ങും പരോളിന്. പക്ഷേ നീ കണ്ടോ, ഞാൻ പരോളിന് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഇനി ആരൊക്കെ ജീവനോടെ ഇരിക്കുമെന്ന്. അതിനുശേഷം എന്നെ ദ്രോഹിച്ചവരെയെല്ലാം ഇല്ലാതെ ആക്കിയതിന് ശേഷം ഞാൻ തിരിച്ചിവിടെ വരികയാണെങ്കിൽ ദേ മോനെ, അപ്പം നിനക്ക് മനസ്സിലാവും ഈ വിക്രം ആരാണെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹറിന് കല്ല് വരികയാണ്. അപ്പം മനോഹറാണെങ്കിൽ, എടാ ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നിന്നെ ഞാൻ ഇല്ലാതാക്കോടാ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോടാ. പക്ഷേ എന്നെ ദ്രോഹിച്ചവരെ ഇല്ലാതാക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കഴിയുമ്പോഴേക്കും, എടാ വിക്രം, നീ മര്യാദക്ക് നിന്നോളാം. എടാ നീ നിന്നെ കൊണ്ട് അവരെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലടാ. കിരണെ പോലൊരാൾ കൂടെ ഉണ്ടെങ്കിലേ നിനക്ക് കല്യാണിയൊന്ന് തോടാൻ പോലും പറ്റില്ലടാ. പിന്നെ ഗംഗാപ്രസാദിൻ്റെയൊക്കെ വിധി തന്നെയായിരിക്കും നിനക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. എടാ കൂടുതൽ വാചകം അടിക്കണ്ടടാ. ഞാൻ അവിടെ പോകുന്നത് അവരെ തീർക്കാൻ വേണ്ടി തന്നെയാണ്, എൻ്റെ ശത്രുക്കളെ തീർക്കാനായിട്ട്. അതിനുശേഷം എനിക്ക് തൂക്കുകയറ് കിട്ടിയാൽ പോലും പ്രശ്നമില്ലടാ എന്നൊക്കെ ഇവർ പറഞ്ഞ് തർക്കിച്ച് അടിപിടിയാകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ പറയണം, എന്താടാ കാണിക്കുന്നത്, എടാ പരോളിന് ഇറങ്ങാൻ പോകുന്ന ആ സമയത്ത് തന്നെ വേണോടാ നിന്റെ വെപ്രാളം. ഇത് കഴിഞ്ഞപ്പോഴേക്കും, സാർ ഞാനൊന്നും ചെയ്തില്ല സാർ, ഇവനാണ് എൻ്റെ മെക്കെട്ട് കയറിയത് സാർ. അപ്പോഴേക്കും വേറെ കൂടെ എന്ന് വെച്ചാൽ ആൾക്കാർ പറയണ, ഇല്ല ഈ മനോഹറിനെ ചൊടിപ്പിച്ചത് കൊണ്ടാണ് മനോഹറും തല്ലാനായിട്ട് പോയത്. എടാ മര്യാദക്ക് നിന്നോളാം, അല്ലെങ്കിലേ ഇപ്പം കിട്ടിയ പരോള് പോലും ഇല്ലാതെയാകും. എടാ നീയൊക്കെ പുറത്ത് പോയി കഴിഞ്ഞിട്ട് എന്താടാ കാണിക്കാനായിട്ട് പോകുന്നത്. മനോഹർ പറയണ, സാറേ ഇവൻ പറയുകയാണ് അവിടെ പുറത്തിറങ്ങിയിട്ട് പലരെയും കൊല്ലുമെന്ന്. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, കൊന്നു കഴിയുമ്പോഴേക്കും ഇവന് ശിക്ഷ വീണ്ടും നീണ്ടു കിട്ടുമല്ലോ. അതിനുവേണ്ടിയായിരിക്കും അവനിങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നത്. സാറേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാറേ, എനിക്ക് പരോള് കിട്ടുക അത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ലക്ഷ്യമുള്ളൂ. നാട്ടിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ, കാണേണ്ടവരൊക്കെ കാണണ്ടേ എന്ന് പറയുകയാണ്. കൂടുതൽ വാചകം കടിക്കാതെ കയറി പോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രമാണെങ്കിൽ, കേട്ടോല്ലോ ഞാനേ പരോളിന് ഇറങ്ങാൻ പോവാ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കാത്തിരുന്ന് കണ്ടോ മനോഹറെ. ഇനി എല്ലാം വിധി തന്നെയാണെന്ന് പറഞ്ഞിട്ട് വിക്രം പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോഹരനാണെങ്കിൽ ദൈവം അവനെ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം മനോഹറെ. ഇനി അവൻ എല്ലാവരെയും കൊല്ലുമോ എന്ന് കൂട്ടാളികൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ പറയണം, അവനൊന്നും ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല. അവനെ കൊണ്ടത് സാധിക്കില്ല. കാരണം അവിടെ ഉള്ളത് കിരണാണ്. കിരണാണെങ്കിൽ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. അതുകൊണ്ട് ഇവനെ പോലൊരു നിഴലിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്.
അങ്ങനെ നമ്മുടെ വിക്രം പരോളിലിറങ്ങാണ്. പരോളിലിറങ്ങി നേരെ കാണാനായിട്ട് പോയത് സരയുവിനെയാണ്. സരയു ഇങ്ങനെ അന്തിച്ച് നിൽക്കുക വിക്രമിനെ കണ്ടിട്ട്. അപ്പോൾ വിക്രം പറയാണ്, ഞാനിവിടെ പരോളിൽ ഇറങ്ങിയത് തന്നെ അവളെ തീർക്കാനാണ്, ആ കല്യാണിയെ. അവളെ എനിക്ക് തീർത്തേ മതിയാവുള്ളൂ. കേട്ട സരയു ആണെങ്കിൽ ആകെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അതെ, അത് തന്നെയാണ് എനിക്കും വേണ്ടത് വിക്രം. എനിക്ക് കിരണിനോട് യാതൊരു വെറുപ്പുമില്ല, എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല. പക്ഷെ എല്ലാ വെറുപ്പും എനിക്ക് ആ കല്യാണിയോടാണ്. അവളാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന് പറയാം. അതെ, കിരണിനോട് എനിക്കും വെറുപ്പൊന്നുമില്ല. ആ കല്യാണി, ആദ്യം കല്യാണിയെ തീർക്കണം, അതിനുശേഷം കാർത്തികയെ. ഇവ രണ്ടുപേരുമാണ് എൻ്റെ മനസ്സിൽ. ഇവ രണ്ടുപേരെയും തീർത്തിട്ട് എന്നെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വിധിച്ചോട്ടേന്നേ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധേടല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് വിക്രം. അപ്പോഴേക്കും സരയു പറയാണ്, അവള് ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നില്ലേ, അതേ പിന്നെയാണ് എൻ്റെ ജീവൻ തരുന്നത്. അത് സരയു പറഞ്ഞ സത്യം തന്നെയാ. അവള് കമ്പനിയിലേക്ക് വന്ന് അതിനുശേഷം എൻ്റെ ദൈവമേ, അവളുടെ ജീവിതം അങ്ങോട്ട് മാറി മറിയായിരുന്നില്ലേ. വെച്ചടി അവൾക്ക് കയറ്റം. അവൾ കോടീശ്വരായില്ലേ. കോടീശ്വരനായ ഒരു ഭർത്താവിനെയും കല്യാണം കഴിച്ചു. പിന്നെ എന്ത് പേടിക്കാനായിട്ട് അവൾക്ക് എന്നിങ്ങനെ പറയാം. പക്ഷേ അവളെ എല്ലാം എനിക്ക് നീ അവസാനിപ്പിക്കണം. ഇനി അവൾ അങ്ങനെ സുഖിക്കണ്ട. എന്നെ ജയിലിലാക്കി എൻ്റെ ജീവിതം കുളം തോട്ടിയിട്ട് ആ കല്യാണം ഇനി സുഖിച്ച് ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. വിക്രം, ദേ ഇനിയും പാളി പോകരുത് വിക്രം. അവളെ തീർക്കുക, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് കിരണിനെ മാത്രം സ്വന്തമാക്കിയാൽ മതി. എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുള്ളൂ, കിരൺ എനിക്ക് സ്വന്തമാകണം, അത്രയും മാത്രമുള്ളൂ വിക്രം എന്ന് പറയുകയാണ്. ഇപ്പോൾ വിക്രം ഇങ്ങനെ ഇവിടെ ഈ പറച്ചിലോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. അല്ലെങ്കിലും രാഹുലേട്ടൻ ജയിലിൽ വെച്ച് പറയുമായിരുന്നു, എൻ്റെ മോളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം, എൻ്റെ മോൾക്ക് കിരണിനെ നേടിക്കൊടുക്കണമെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ഇത് കേട്ട് സരയുവിന് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ്. സരയു, നീ സങ്കടപ്പെടേണ്ട സരയു. നിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവരൊക്കെ നമുക്കും ഇല്ലാതാക്കാന്നേ. അച്ഛന് പറ്റിയ അമളിയൊന്നും ഇനി പറ്റരുത്. കാരണം നീ കല്യാണിയെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തന്നാൽ മതി, എന്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നാൽ മതി. പിന്നെ അവളെ ഞാൻ തീർത്തോളാം, ഒരു പിഴവ് പോലും സംഭവിക്കില്ല. അപ്പോഴേക്ക് സരയുവാണെങ്കിൽ അവളിപ്പോൾ റെസ്റ്റിൽ വീട്ടിലിരിക്കുകയാണല്ലോ. അതല്ലേ പ്രശ്നം സരയു. വീട്ടിൽ അവൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകില്ലെന്നേ. അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. നീ എങ്ങനെയെങ്കിലും കല്യാണിയെ പുറത്തിറക്കി കൊണ്ടുവാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിനക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം വിക്രം. പക്ഷേ എങ്ങനെ പുറത്തിറക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആലോചിക്കട്ടെ, അതിനുശേഷം നിന്നോട് പറയാം. അല്ല, നിന്നെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ഫോണിൽ കൂടി വിളിച്ചാൽ ശരിയാവില്ല. ഞാനും നീയും ഫോണിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് ഇനി എങ്ങനെ നമ്മൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് വഴിയുണ്ട്. നാളെ ഈ സമയത്ത് തന്നെ വരാം. ഒരു 10-15 മിനിറ്റോ വൈകിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ സമയത്ത് തന്നെ കാണണമെന്ന് പറയുകയാണ്. അതിനുശേഷം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ശരി, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ കല്യാണി അവളില്ലാതാകണം, അതുമാത്രമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞുകൊണ്ട് സരയോടൊന്ന് പോവുകയാണ്. വിക്രമാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണിയെ പിച്ച നടത്തിക്കൊണ്ട് വരികയാണ് നമ്മുടെ പ്രകാശൻ. അപ്പോൾ കല്യാണി ഇങ്ങനെ പറയുകയാണ്, അച്ഛാ ഇതേ ഞാനിപ്പോൾ എത്രമാത്രം സന്തോഷിക്കുന്നതെന്നറിയാമോ അച്ഛാ. ഇതേപോലൊരു ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ചെറുതിലെ അച്ഛനെ ഇതേപോലെ പിച്ച എന്ന് നടത്തിച്ചിട്ടില്ലല്ലോ. ഇത് കേട്ട നമ്മുടെ പ്രകാശിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്താ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് നൊന്തോ? അച്ഛനെ നോവിക്കാൻ വേണ്ടി പറഞ്ഞല്ല അച്ഛാ. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൈ പിടിച്ചിങ്ങനെ നടക്കണമെന്ന്. പക്ഷേ അതൊന്നും എനിക്ക് സാധിച്ചില്ലല്ലോ അച്ഛാ. പക്ഷേ അതിനെല്ലാത്തിനും ഉപരിയായി ഇപ്പോഴേ അച്ഛനെൻ്റെ കൈ പിടിക്കുന്നില്ലേ, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം ഹാപ്പിയൊക്കെ ആകുകയാണ് അച്ഛാ. എനിക്കിപ്പോൾ ഒരു സങ്കടവുമില്ല, അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഇല്ലേ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാർത്തികയും അതേപോലെ ലക്ഷ്മിയും കൂടി വരുന്നത്. ആഹാ, രണ്ടുപേരും ഇതിൽ കൂടി നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ എന്നോട് പറയുകയാണേ, കാർത്തിക മോളെ, അവളെ ഞാൻ ചെറുതിലെ കൈ പിടിച്ച് നടത്തിയിട്ടില്ല എന്ന്. ഇപ്പോഴേ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണെന്ന്. അല്ല, അച്ഛൻ വിക്രമിനെ കാണാനായിട്ട് പോകുന്നില്ലേ? അവൻ പരോളിലിറങ്ങിയല്ലോ. ഞാനതിന് അവനെ കാണാനായിട്ട് പോകുന്നത്. അവനെ പരോളിലിറങ്ങിയാൽ എന്ത്, ഇറങ്ങിയില്ലെങ്കിൽ എന്ത്, ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇനി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛൻ അവന് വേണ്ടിയല്ലേ ജീവിച്ചിട്ടുള്ളത്. അത് കാർത്തിക മോള് പറഞ്ഞ സത്യം തന്നെയാ. അവന് വേണ്ടിയേ ഞാൻ ജീവിച്ചിട്ടുള്ളത്. എൻ്റെ കല്യാണി മോള് പറഞ്ഞു ചെറുതിലെ അവളെ ഞാൻ കൈ പിടിച്ച് നടത്തിയിട്ടില്ലെന്ന്. പക്ഷെ വിക്രമില്ലേ, അവനെ ഞാൻ കയ്യിൽ നിന്ന് വീടില്ലായിരുന്നു. അതേപോലെയായിരുന്നു ഞാൻ അവനെ മനസ്സിൽ കൊണ്ട് നടന്നത്. എൻ്റെ തോളിലേറ്റിയാണ് ഞാൻ അവനെ നടത്തിയത്.
പക്ഷേ അവൻ എന്നോട് ചെയ്ത ചതി അതൊരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ കല്യാണി മോളായിരുന്നു ശരിയെന്ന്. എനിക്കതൊന്നും മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അച്ഛാ സൂക്ഷിക്കണം, ആ വിക്രം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അച്ഛനിപ്പോൾ കല്യാണിയോട് കാണിക്കുന്ന സ്നേഹം അതൊന്നും അവന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കല്യാണിയെ തീർക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അവൻ എൻ്റെ മോളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. അച്ഛാ എന്തായാലും സൂക്ഷിച്ചേ മതിയാവുള്ളൂ അച്ഛാ. ഞങ്ങളേതായാലും ഒന്ന് പുറത്തേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനാണെങ്കിൽ ആകെ ടെൻഷൻ. മോളെ കല്യാണി നീ അകത്തേക്ക് പോയേ മതി, ഇനി ഇവിടെ നിൽക്കണ്ട, കയറി അകത്തേക്ക് പോ. അച്ഛാ എന്താ അച്ഛ ഇത്? ഞാൻ ഇപ്പോഴല്ലേ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയത്. വേണ്ട, നടന്നതൊക്കെ മതി, അച്ഛൻ പറഞ്ഞ അനുസരിക്ക്, കയറി പോകാൻ നോക്കുക അകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ആണെങ്കിലും മോന്തയെ ഉറപ്പിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി പോവാ. പ്രകാശനാണെങ്കിൽ അപ്പോൾ വിക്രമിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.